നമസ്കാരം. ജ്യോതിഷ ലോകത്ത് അതീവ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. ഈ വരുന്ന 2026 മെയ് 16 ശനിയാഴ്ച. അന്ന് ശനി ജയന്തിയാണ്. എന്നാൽ ഇത് ഒരു സാധാരണ ശനി ജയന്തി അല്ല എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നീണ്ട 50 വർഷങ്ങൾക്ക് ശേഷം ആകാശത്ത് തെളിയുന്ന അപൂർവമായ ഒരു വിന്യാസം, അത് കേദാർ യോഗം ഈ ദിനത്തിന്റെ പ്രത്യേകതയായി വന്നു ചേരുന്നുണ്ട്. അതായത് മെയ് 16 ശനിയാഴ്ച. എന്താണ് ഈ കേദാർ യോഗം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ജാതകത്തിലെ 7 പ്രധാന ഗ്രഹങ്ങളും 7 വ്യത്യസ്ത ഭാവങ്ങളിലായി വിന്യസിക്കുമ്പോഴാണ് ഈ അതിശക്തമായ യോഗം രൂപം കൊള്ളുന്നത്. നീതിയുടെ ദേവനാണല്ലോ ശനി. അപ്പോൾ ശനി ഭഗവാന്റെ ജന്മദിനത്തിൽ തന്നെ ഈ ഒരു ശുഭയോഗം വരുന്നത് ചില രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തന്നെയാണ് വഴിതെളിക്കുന്നത്. കഷ്ടപ്പാടുകൾ മാറും, സമ്പത്ത് വന്നു ചേരും, ഐശ്വര്യം വന്നു ചേരും. അങ്ങനെയുള്ള ആ 4 രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായി പട്ടികയിൽ വരുന്നത് മേടം രാശിയാണ്. അറിയാമല്ലോ, അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ വരുന്നത്. അപ്പോൾ മേടം രാശിക്കാർക്ക് ഈ കേദാർ യോഗം ഒരു വഴിത്തിരിവിന്റെ സമയമാണ് പ്രദാനം ചെയ്യാൻ പോകുന്നത് മെയ് 16 തീയതി മുതൽ. അപ്പോൾ കർമ്മ മേഖലയിൽ ഇതുവരെ നേരിട്ടിരുന്ന തടസ്സങ്ങൾ മാറി ഈ ഒരു സമയത്തോടു കൂടി അതൊക്കെയും നീങ്ങും. ജോലിയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. വളരെ കാലമായി മുടങ്ങിക്കിടന്ന സർക്കാർ കാര്യങ്ങളോ മറ്റു പ്രോജക്റ്റുകളോ വിജയകരമായി പൂർത്തിയാക്കാനും ഇവിടെ ശനി ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നു. അതായത് ശനി മന്ദനാണ്, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതിനാൽ മന്ദഗതിയിൽ കിടന്ന കാര്യങ്ങൾ വേഗത്തിലാകും. സാമ്പത്തികമാണ് നോക്കുന്നതെങ്കിൽ വരുമാനത്തിൽ ഒരു വലിയ വർധനവ് പ്രതീക്ഷിക്കാം. പാരമ്പര്യ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നെങ്കിൽ അവ പരിഹരിക്കപ്പെടാനും അപ്രതീക്ഷിത ലാഭങ്ങൾ വന്നു ചേരാനും ഈ സമയം അനുകൂലമാണ്. സമൂഹത്തിൽ നിങ്ങളുടെ പദവിയും ബഹുമാനവും വർദ്ധിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് തുടങ്ങുവാൻ പോകുന്നത് 16 തീയതി മുതൽ. ഇനി രണ്ടാമത്തെ രാശി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിയാണ്. അപ്പോൾ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ചിങ്ങം രാശിക്കാർക്ക് ഒരു സുവർണ കാലം തന്നെയാണ്. നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാൻ നിങ്ങൾ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി അനുയോജ്യമായ സമയം നിങ്ങൾക്ക് വന്നു ചേരുന്നു 16 തീയതി മുതൽ. പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഗൃഹസംഗമം മികച്ച ലാഭം തന്നെയാണ് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നത്. തൊഴിലിടങ്ങളിൽ നിങ്ങളുടെ നേതൃത്വ പാഠം അംഗീകരിക്കപ്പെടുകയും അതേപോലെ സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്യും. പഴയ ബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ, ലയബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കുവാനും സാമ്പത്തികമായ ഒരു ഡിസിപ്ലിൻ, അച്ചടക്കം കൊണ്ടുവരുവാനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് 16 തീയതി മുതൽ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ശനിയെ ഇപ്പോൾ ഭയപ്പെടേണ്ട കാര്യമൊന്നും തന്നെ നിങ്ങൾക്കില്ല. ആത്മവിശ്വാസത്തോടെ പുതിയ ചുവടുവെപ്പുകൾ നടത്താൻ ശനി ജയന്തി നിങ്ങൾക്ക് കരുത്തായി മാറുന്ന സമയമാണ് 16 തീയതി മുതൽ ആരംഭിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഭാഗ്യരാശി ഏതെന്ന് നോക്കിയാൽ വൃശ്ചികമാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഗുണഫലങ്ങൾ നിങ്ങൾക്കുമുണ്ട്. ശനിദേവന്റെ പ്രത്യേക അനുഗ്രഹം നിങ്ങൾക്ക് വരുന്നതിനാൽ വൃശ്ചികം രാശിക്കാരുടെ ആത്മവീര്യം വർദ്ധിക്കും. തൊഴിൽരഹിതരായ ആളുകൾക്കാണെങ്കിൽ മികച്ച ജോലി വാഗ്ദാനങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലുണ്ട്. വിദേശ യാത്രയ്ക്കോ വിദേശത്ത് ഉപരിപഠനത്തിനോ ശ്രമിക്കുന്നവരാണെങ്കിൽ തടസ്സങ്ങൾ നീങ്ങിയ ഒരു പാത നിങ്ങൾക്ക് തുറക്കപ്പെടും. നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സാക്ഷാത്കരിക്കാൻ ഈ കേദാർ യോഗം വഴിയൊരുങ്ങുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ പ്ലാനിങ് നടത്തി മുന്നോട്ട് പോയാൽ സമ്പാദ്യം നല്ല രീതിയിൽ കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെ അനുഗ്രഹമായി മാറുന്നുണ്ട്. കുടുംബത്തിലും നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും തിരികെ കൊണ്ടുവരാനും അത് നിലനിർത്തി മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി അവസാനമായി ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് കുംഭം രാശിക്കാർക്കാണ്. അറിയാമല്ലോ, അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നിവയാണ് കുംഭം രാശിയിൽ വരുന്നത്. കുംഭം രാശിയുടെ അധിപൻ തന്നെ ഇവിടെ ശനിയാണ്. അപ്പോൾ അതുകൊണ്ട് എടുത്തു പറയേണ്ടത് അപൂർവ യോഗം കൂടുതലായി നിങ്ങൾക്ക് ഫലവും നൽകുന്നുണ്ട്. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടും. ഒന്നിലധികം വഴികളിലൂടെ പണം കൈവശം വന്നു ചേരും. നിയമപരമായ കുരുക്കുകൾ എന്തെങ്കിലും പെട്ടുകിടക്കുന്നവരാണെങ്കിൽ അനുകൂലമായ വിധി ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ്. വീട്, വാഹനം എന്നിവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള വഴിയും തെളിയുന്നതാണ്. കുടുംബജീവിതത്തിൽ വലിയ സന്തോഷവും ഐക്യവും ഈ ഒരു കാലയളവിൽ അനുഭവപ്പെടും. അപ്പോൾ ശനിദേവന്റെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ഒരു സുരക്ഷാ കവചമായി മാറുന്നതിനാലാണ് ഈ ഭാഗ്യം നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കുന്നതും. അപ്പോൾ ഇവിടെ
ഈ കേദാർ യോഗത്തിന്റെ പൂർണ്ണമായ ഫലം ലഭിക്കുന്നതിന് ശനി ജയന്തി ദിനത്തിൽ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് അന്ന് വൈകുന്നേരം ശനി ക്ഷേത്രത്തിൽ, അതായത് 16-ാം തീയതിയിലെ കാര്യമാണ് പറയുന്നത്. അന്ന് പോകേണ്ടതാണ്, പ്രാർത്ഥിക്കേണ്ടതാണ്. എണ്ണയൊഴിച്ച് തിരിതെളിയിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തമമായ ഫലം നിങ്ങൾക്കുണ്ടാകും. അറിയാമല്ലോ, ശനി ഭഗവാനെ ഏവരും ഭയപ്പെടുന്ന ഒരു ഗ്രഹമാണ് ശനിദേവൻ. പക്ഷേ ശനി ഭഗവാൻ കനിഞ്ഞാലോ നമ്മൾ ഭയപ്പെട്ടതിനേക്കാൾ ഇരട്ടി സ്നേഹിക്കുന്ന രീതിയിലുള്ള മാറ്റം നമുക്ക് തരും. കൂടാതെ എള്ള്, ഉഴുന്ന്, ഇരുമ്പ് എന്നിവയൊക്കെ ദാനം ചെയ്യുന്നതും ശനി ദോഷങ്ങൾ മാറി ശനി പ്രീതി, അനുഗ്രഹം ഇവ നേടാനും സഹായിക്കുന്നതാണ്. ഓം ശം ശനീശ്വരായ നമഃ എന്ന ഈ ഒരു മന്ത്രം അറിയാമല്ലോ അവർക്കും. അത് ഭക്തിപൂർവ്വം ഒന്ന് ജപിക്കുക. ശുദ്ധമായ മനസ്സോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും വേണം ഈ ഒരു 16-ാം തീയതി വരാൻ പോകുന്ന ആ ഒരു ദിനത്തെ വരവേൽക്കുന്നത്. അതുവഴി വലിയ ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് സഹായകമാകുന്നതാണെന്നത് മറക്കാതിരിക്കുക ഏവരും. അപ്പോൾ ഈ ശനി ജയന്തി ദിനത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾക്കും വലിയ പ്രാധാന്യം തന്നെയാണുള്ളത്. അറിഞ്ഞോ അറിയാതെയോ ഇനി പറയുന്ന തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ശനി ജയന്തി ദിനത്തിൽ രാവിലെ എണ്ണ തേച്ച് കുളിക്കുന്നത് ഉത്തമമാണ്. ഇത് ശനിപ്രീതിക്ക് സഹായിക്കുമെന്നാണ് വിശ്വാസം. ആ വിശ്വാസം അത് ഭാഗ്യമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു തരും. അന്നേ ദിവസം വൈകുന്നേരം ശനി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിലോ ദർശനം നടത്തുക. അങ്ങനെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് കൂടാതെ നമുക്കിവിടെ പറയാൻ ശനി ഭഗവാന് കടുകെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും കടുകെണ്ണയിൽ നീല പൂക്കൾ അർപ്പിച്ച് വിളക്ക് തെളിയിക്കുന്നതും ഒക്കെ അതീവ പുണ്യകരമായ കാര്യമാണ്. പിന്നെ ശനിദേവന് ഏറ്റവും പ്രിയപ്പെട്ടത് ദാനധർമ്മങ്ങളാണ്. പാവപ്പെട്ടവർക്കോ അവശത അനുഭവിക്കുന്നവർക്കോ കറുത്ത വസ്ത്രം, പാദരക്ഷ, പുതപ്പ് ഇതൊക്കെ ദാനം ചെയ്യുന്നത് വഴി ഏഴര ശനി, കണ്ടകശനി തുടങ്ങിയ ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം, ആശ്വാസം ഉണ്ടാകും. ഇനി ശനി ജയന്തി ദിനത്തിൽ പൂർണ്ണമായും സസ്യഭക്ഷണം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. മദ്യപാനം, മാംസാഹാരം എന്നിവ കർശനമായും അന്നേ ദിവസം ഒഴിവാക്കുക. ലളിതമായ ആഹാര രീതി തുടർന്നാൽ ശനിപ്രീതി കൂടുതലായി വന്നു ചേരും. അതേപോലെ പെരുമാറ്റത്തിലുമുണ്ട് ചില ചിട്ടകൾ. മിതത്വം പാലിക്കുക. അന്നേ ദിവസം ആരോടും കയർത്ത് സംസാരിക്കാനോ കളവ് പറയാനോ മുതിരരുത്. പ്രായമായവരെയും അശരണർ എന്ന് പറഞ്ഞാൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, അതായത് ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആരും സഹായിക്കാനില്ലാത്ത ആളുകൾ. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ശനിപ്രീതിക്ക് ഏറ്റവും നമ്മൾ ചെയ്യേണ്ടത് ദാനധർമ്മങ്ങളാണ്, സഹായമാണ് ചെയ്യേണ്ടത്. ശനി ഭഗവാൻ ഇരട്ടിയായി നമ്മുടെ ജീവിതത്തിലേക്ക് അദ്ദേഹം സഹായം ചെയ്ത് നമുക്ക് ഭാഗ്യമാക്കി മാറ്റുന്നതാണ്. അപ്പോൾ അതേ ദിവസം മുഴുവൻ മനസ്സിനുള്ളിൽ ഓം ശം ശനീശ്വരായ നമഃ എന്ന മന്ത്രം ജപിക്കുന്നത് നെഗറ്റീവ് ഊർജ്ജത്തെ അകറ്റി നിർത്തുന്നതിനും പോസിറ്റീവ് ഊർജ്ജം നമ്മളിലേക്ക് വരുന്നതിന് സഹായിക്കും. കൂടാതെ ഹനുമാൻ സ്വാമി, അദ്ദേഹത്തെ നമുക്ക് മറക്കാൻ പറ്റില്ല. അന്നേ ദിവസം ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ ഉത്തമമാണ്. ഇനി പ്രധാന കാര്യം, ശനി ജയന്തി ദിനത്തിൽ ഇരുമ്പ് സാധനങ്ങൾ, എണ്ണ, കറുത്ത എള്ള്, കത്രിക പോലെ മൂർച്ചയുള്ള വസ്തുക്കൾ എന്നിവ സ്വന്തം ആവശ്യത്തിനായി വാങ്ങുന്നത് ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ ഇവ ദാനം നൽകാൻ വാങ്ങിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളുടെ ആവശ്യത്തിനായി ഗൃഹത്തിലേക്ക് ഈ കാര്യങ്ങളൊന്നും വാങ്ങിച്ചുകൊണ്ട് വരരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതുവഴി ശനിദേവന്റെ കോപത്തിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യും. കൂടാതെ കേദാർ യോഗത്തിന്റെ പൂർണ്ണമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുകയും ചെയ്യും. അപ്പോൾ ഓരോ ഗ്രഹമാറ്റങ്ങൾ നടക്കുമ്പോഴും ഓരോ യോഗങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ യോഗത്തിന്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ ആ ഗ്രഹങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ, ഗുണവർദ്ധനവിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ ഗ്രഹമാറ്റം നടന്നു അതിന്റെ ഫലങ്ങൾ ലഭിച്ചില്ല എന്ന് പറയുന്നതിലല്ല കാര്യം. നമ്മൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ ശനി ഭഗവാൻ വളരെ വലിയൊരു നേട്ടവും ഭാഗ്യവും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതാണ്.